നമസ്കാരം. ഈ ചാനലിൽ എനിക്ക് പറ്റിയ ചില അബദ്ധങ്ങളെക്കുറിച്ച് ഞാൻ വീഡിയോ ഇടാറുണ്ട്. ഇതും എനിക്ക് പറ്റിയൊരു അബദ്ധവുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ സാധാരണ എൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമുകൾക്ക് പോകുന്നതിന് മുമ്പായിട്ട് വീട്ടിൽ നിന്ന് ഒരുങ്ങി പോകുമ്പോൾ സമയം നോക്കുന്നതിന് വേണ്ടിയിട്ട് 2 ക്ലോക്കുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ദിവസം ഇങ്ങനെ 2 ക്ലോക്കുകളിലും മാറി മാറി നോക്കുന്നുണ്ട്. സമയം ആയില്ലല്ലോ എന്നുള്ള പ്രതീക്ഷയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ 2 ക്ലോക്കുകളും വർക്ക് ചെയ്യുന്നില്ല. ആകെ ടെൻഷനായി. പെട്ടെന്ന് ഞാൻ എൻ്റെ വാച്ചിൽ പോയി സമയം നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തുന്നതിന് വേണ്ടിയിട്ട് കൃത്യം 1 മണിക്കൂർ സമയമേ ഉള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നന്നായിട്ട് വളരെ സ്പീഡിൽ വണ്ടി ഓടിച്ച് അവിടെ 1 മണിക്കൂറിനുള്ളിൽ എത്തിയാൽ മാത്രമേ എനിക്ക് ട്രെയിനിങ് പ്രോഗ്രാം കൃത്യസമയത്ത് തുടങ്ങാൻ പറ്റുള്ളൂ. ശരിക്കും ഇവിടെ സംഭവിച്ചത്, ഞാൻ 2 ക്ലോക്കുകളിൽ നോക്കിയിട്ടും ഈ 2 ക്ലോക്കുകളും ഒരേ സമയത്ത് തട്ടിപ്പോയി എന്നുള്ളതാണ് വസ്തുത. എന്ന് പറഞ്ഞാൽ 2 ക്ലോക്കുകളും വർക്ക് ചെയ്യുന്നില്ല. ഈ 2 ക്ലോക്കുകളും എന്നെ പറ്റിച്ചു, വഞ്ചിച്ചു എന്നൊക്കെ വേണമെങ്കിൽ എനിക്ക് പറയാൻ സാധിക്കും. പക്ഷേ നമ്മൾ ഈ ഒരു സംഭവത്തെ അനലൈസ് ചെയ്യുമ്പോൾ 2 മിഷൻസ് ആണ്. വളരെ യാദൃശ്യമായി രണ്ടും ഒരേ സമയത്ത് തന്നെ സ്റ്റോപ്പായി പോയി. അങ്ങനെ സ്റ്റോപ്പായി പോയത് എനിക്ക് മനസ്സിലായില്ല. അപ്പം അത് മനസ്സിലാക്കാത്തത് എൻ്റെ മിസ്റ്റേക്ക് എന്ന് വേണം ഞാൻ പറയാൻ. അത് ക്ലോക്കിൻ്റെ മിസ്റ്റേക്ക് കൊണ്ടല്ല ക്ലോക്ക് നിന്നുപോയത്. 100% ക്ലോക്കിലെ ബാറ്ററി തീർന്നു പോയതിൻ്റെ പേരിലാണ്. പക്ഷേ രണ്ടും ഒരേ സമയത്ത് നിന്നുപോയി എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ചില സമയത്ത് ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം എന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഭംഗിയായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഈ ഒരു പ്രശ്നത്തെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ 2 ക്ലോക്കുകളാണുള്ളത്. നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് 2 ക്ലോക്കുകളും വെച്ചത്. 2 ക്ലോക്കുകളിലും മാറി മാറി നോക്കിയത്. പക്ഷേ എൻ്റെ ഒരു ഒബ്സർവേഷൻ്റെ കുറവ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതായത് മിനിറ്റ് സൂചി അല്ലെങ്കിൽ സെക്കൻഡ് സൂചി കൃത്യമായിട്ട് ചലിക്കുന്നത് നമുക്ക് ക്ലോക്കിൽ കാണാൻ സാധിക്കും. പക്ഷെ അത് നോക്കിയില്ല. ആ മണിക്കൂർ സൂചിയിലേക്ക് മാത്രം നോക്കി. അതാണ് ഞാൻ ചെയ്ത മിസ്റ്റേക്ക്. അപ്പോൾ കാണേണ്ടതിനെ കാണുക എന്നുള്ള ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കാണേണ്ടതിനെ കണ്ടില്ലെങ്കിൽ പലപ്പോഴും നമുക്ക് അബദ്ധങ്ങൾ പറ്റാനുള്ള സാധ്യതയുണ്ട്. ഇവിടെയും സംഭവിച്ചത് അതാണ്. നമ്മുടെ ജീവിതത്തിൽ കാണേണ്ടതിനെ കാണുവാനുള്ള കപ്പാസിറ്റി, കഴിവ് നമുക്കുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.